എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു മൈക്രോവേവ് ഓവണിൻ്റെ PCB ആണ്. ഇത് ഇപ്പോൾ നോ പവർ ഇഷ്യൂ, അതായത് ഫുള്ള് ഡെഡ് കണ്ടീഷനിൽ വന്നിട്ടുള്ള ഒരു PCB ആണ്. ഇത് നമുക്ക് പവർ ഓൺ ചെയ്ത് ഇത് ഫുള്ള് ഫങ്ഷനിങ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആദ്യം നമുക്കിത് കണക്ഷനൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം. അതിന് മുന്നേ ഈ ഒരു ബോർഡ് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കണം. രണ്ട് സ്ക്രൂ ഉണ്ട്, രണ്ട് സ്ക്രൂ അഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കീപാഡിൻ്റെതാണ്. കീപാഡ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കീപാഡ് വരുന്നത്. ബോർഡിൽ ഒരുപാടടുത്ത് ക്ലാവ് പിടിച്ചതായിട്ടുള്ള ഡാമേജസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ മെയിൻ IC ഇരിക്കുന്ന സ്ഥലം കണ്ടല്ലോ, ഫുള്ള് ഡാമേജസ് ആണ് മെയിൻ IC. ഓക്കെ, ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ പവർ സപ്ലൈ ചെക്ക് ചെയ്യണം. പവർ സപ്ലൈ എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കണം. ഈ ICയുടെ ലെഗുകളെല്ലാം ഒന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ICയുടെ ഈ ഒരു കണ്ടീഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് ഓണാകാതിരിക്കുന്നത്. ഇതിന് ക്രിസ്റ്റലുണ്ട്, ഇവിടെയായിട്ട് ക്രിസ്റ്റൽ വരുന്നുണ്ട്. ഇത് എത്ര ഹെർട്സിൻ്റെയാണ്? 8 MHz ക്രിസ്റ്റലാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ സൈഡെല്ലാം ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഡാമേജസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ എനിക്ക് മേബി കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. ആദ്യം നമുക്കിതിനകത്ത് ഈ ഒരു പവർ സപ്ലൈ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം പവർ സപ്ലൈ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, ഉള്ള കണക്ഷൻ. അപ്പോൾ അതിൻ്റെ AC മെയിനിൽ നമുക്ക് 2 വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. കാര്യം ഇതിൻ്റെ ഈ സോക്കറ്റിൽ നമുക്ക് ഇപ്പോൾ കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 2 വയർ ഒന്ന് സോൾഡർ ചെയ്ത് പിടിച്ചിട്ട് ഇതിനൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പവർ സപ്ലൈ സെക്യൂർ ആണോ ഇല്ലയെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ സീരിയൽ കണക്ഷനിലാണ് ഈ ഒരു പവർ ഓൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പവർ ഓൺ ചെയ്തപ്പോഴത്തേക്കും പവർ ഓൺ ആയിട്ടുണ്ട്. ഡെഡ് കണ്ടീഷനിൽ വന്നിട്ടുള്ള ഒരു PCB ആണെന്നാണ് ഇത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് പവർ കൊടുത്തപ്പോഴത്തേക്കും, ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് പവർ കൊടുത്തപ്പോഴത്തേക്കും ഇത് ഓൺ ആയിട്ടുണ്ട്. ഡെഡ് ബോർഡ് എന്നാണ് ഇതിന് പറഞ്ഞിരുന്നത്.
ഓക്കെ. അപ്പോൾ ഈ ഒരു ബോർഡിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഞാൻ കരുതുന്നു. കാര്യം ഈ ഒരു ക്രിസ്റ്റലിൻ്റെ സൈഡിൽ വന്നിരുന്ന ഒരു പ്രശ്നങ്ങൾ, ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഡാമേജസ് ആയിരിക്കും ഇതിന് കാരണം. ഇത് നേരത്തെ ഓണാകാതിരുന്നത് പാറ്റ കയറിയിട്ടുണ്ടാകുന്ന ഡാമേജസുകളാണ് ഇങ്ങനെ വരുന്നത്. കാര്യം പാറ്റയുടെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ പാറ്റ കയറിയിട്ടുണ്ടാകും. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പാറ്റ കയറിയിട്ടുണ്ടായിട്ടുള്ള ഈ ഡാമേജസുകളെല്ലാം ക്ലിയർ ചെയ്യുക. ഈ ഐസിയുടെ ലെഗുകൾ എല്ലാം നല്ല രീതിയിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ബോർഡ് നമുക്ക് പവർ ഓൺ ആയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ തന്നെ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ റിട്ടേൺ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിട്ടേൺ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത പണി ചെയ്യാൻ പോകുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് ഐസിയുടെ ലെഗ് കറ പിടിച്ചിരിക്കുന്ന എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു PCB നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഈ ഒരു സൈഡിലെ ഐസിയൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടുത്തെ ആ ഒരു സോൾഡറിങ് കാര്യങ്ങളെല്ലാം പഴയപടി ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് റിപ്പീറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്ത് വിടുന്നത്. ഇത് ഈ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ക്ലാവ് അത് ഒരുപാട് കൂടി മൊത്തത്തിൽ ഡാമേജസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഇവിടുത്തെ കണക്ടർ ഈ ഒരു പോർഷൻ കാര്യങ്ങളെല്ലാം സോൾഡർ ചെയ്ത് പഴയപടി ആക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിനകത്ത് സെൻസർ വരും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സെൻസർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ സ്വിച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഈ ഒരു പാറ്റ കയറുന്നതിൻ്റെ ഡാമേജസ് മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കീപാഡും ഫുള്ള് കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പോഴും 2-3 സ്വിച്ചൊന്നും നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലേ വരുന്നുള്ളൂ. ഇതിനകത്ത് മെമ്പറൈനല്ല, മറ്റ് മൈക്രോ സ്വിച്ചും അല്ല, ഇത് പാഡ് സ്വിച്ചാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ വർക്കിംഗ് കണ്ടീഷനാണോ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്യാം. ഓണായിട്ടുണ്ട്. നമുക്ക് 30 സെക്കൻഡ് ഗ്രില്ല്, അത് നമുക്കിവിടെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടായിക്കോളും. അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ എൻഡിൽ ബീപ്പ് അടിച്ച് അത് സ്റ്റോപ്പ് ആവുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. ഓക്കെ. അപ്പോൾ ആ ഒരു സെക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇവിടുത്തെ പല സ്വിച്ചുകളുമാണ്. പല സ്വിച്ചുകളും ഉണ്ട്. ഇതൊന്നും പ്രസ് ചെയ്ത ചില സമയത്ത് വർക്ക് ചെയ്യത്തില്ല, ചില സമയത്ത് ഇത് വർക്ക് ചെയ്യും. കാര്യം പാഡ് സ്വിച്ച് മൊത്തം കംപ്ലൈൻ്റ് ആണ്. കുറേ കംപ്ലൈൻ്റൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് ആദ്യം ഇതൊന്നും വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനിലിരുന്നതാണ് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതെല്ലാ കാര്യങ്ങളും ഇതിൽ കൂടുതൽ ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.